നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ഹ്യൂമൻ ബോഡിയിലുള്ള ഇമ്പോർട്ടൻറ്റ് സിസ്റ്റമാണ്. ഇത് ചീഫ് റെഗുലേറ്ററി സിസ്റ്റം ഓഫ് ഹ്യൂമൻ ബോഡി എന്നറിയുന്നു. എന്താണ് ചീഫ് റെഗുലേറ്ററി സിസ്റ്റം? വേറെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെഗുലേറ്ററി സിസ്റ്റംസ് ഉണ്ട്. അതിൽ ഒന്നാണ് ലിംഫാറ്റിക് സിസ്റ്റം. നെക്സ്റ്റ് വൺ ഇസ് എൻഡോക്രൈൻ സിസ്റ്റം. അപ്പം ഈ ലിംഫാറ്റിക് സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം പോലെയുള്ള റെഗുലേറ്ററി സിസ്റ്റത്തിൻ്റെ ചീഫാണ് ആര്? നെർവസ് സിസ്റ്റം. ഈ നെർവസ് സിസ്റ്റം ആക്ഷൻ പൊട്ടൻഷ്യൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ആക്ഷൻ പൊട്ടൻഷ്യൽസ് വഴിയാണ് ഡിഫറെൻറ്റ് ബോഡി പാർട്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ബോഡി പാർട്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ത് വഴിയാണ്? ആക്ഷൻ പൊട്ടൻഷ്യൽസ്. ഇത് എന്തിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ചെയ്യുന്നത്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. ആൻഡ് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഓക്കെ, ഈ നെർവസ് സിസ്റ്റത്തിൽ നെർവസ് ടിഷ്യൂ ഉണ്ട്. ഓക്കെ, നെർവസ് ടിഷ്യൂ എന്ന് പറയുന്നത് മെയിനായിട്ട് 2 ടൈപ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്. അതിനെയാണ് നമ്മൾ പറയുക ന്യൂറോൺസ് എന്ന്. അടുത്തതെന്ന് പറഞ്ഞാൽ ന്യൂറോണിനെ സപ്പോർട്ട് ചെയ്യുന്ന സെൽസാണ്. അതിനെ നമ്മൾ എന്ത് പറയും? ന്യൂറോഗ്ലയ എന്ന് പറയും. നെർവസ് ടിഷ്യൂ 2 തരത്തിലാണുള്ളത്, ന്യൂറോണും ന്യൂറോഗ്ലയും. ന്യൂറോൺ എന്ന് പറയുന്ന സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ്. ന്യൂറോഗ്ലയ എന്ന് പറഞ്ഞാൽ സപ്പോർട്ടിംഗ് സെൽസ് ഓഫ് ന്യൂറോൺ ആണ്. ഇനി ന്യൂറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം ആണ്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വർക്കിംഗ് യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം. എന്താണ് വർക്കിംഗ് യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം എന്നും അറിയപ്പെടുന്നു. ഈ നെർവസ് സിസ്റ്റത്തെ നെർവസ് ടിഷ്യൂസിനെ പറ്റി നോക്കാം. ന്യൂറോൺസും ന്യൂറോഗ്ലയൽ സെൽസും. ഈ ന്യൂറോൺ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ്. എന്താണ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്? ന്യൂറോൺ ആണ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് വർക്കിംഗ് യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം. അടുത്തത് എന്ന് പറയുന്നത് ന്യൂറോഗ്ലയ എന്ന് പറയുന്നത് സപ്പോർട്ടിംഗ് സെൽസ് ഓഫ് ന്യൂറോൺസ് ആണ്. ന്യൂറോണിനെ സപ്പോർട്ട് ചെയ്യുന്ന സെൽസ് ആണ് ന്യൂറോഗ്ലയ. എക്സ്ട്രീം ലോഞ്ചിറ്റിവിറ്റിയാണ് ന്യൂറോൺസിനുള്ളത്. എന്താണ് എക്സ്ട്രീം ലോഞ്ചിറ്റിവിറ്റി? ആ നേരത്ത് ന്യൂറോഗ്ലയ എന്ന് പറയുന്നത് അതിൻ്റെ ഡിപ്പെൻഡ് അപ്പോൺ ടൈപ്പ് ഓഫ് സെൽസ് ആണ്. ഈ എക്സ്ട്രീം ലോഞ്ചിറ്റിവിറ്റി ന്യൂറോണിന് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? നോൺ മൈറ്റോട്ടിക് ആയതുകൊണ്ടാണ്. ആ നേരത്ത് ന്യൂറോഗ്ലയ മൈറ്റോട്ടിക് ആണ്. ന്യൂറോൺസിൽ ക്യാൻസർ ഉണ്ടാകൂല. എന്തുകൊണ്ടാണ്? അത് നോൺ മൈറ്റോട്ടിക് ആണ്. ന്യൂറോഗ്ലയയിൽ ക്യാൻ കോസ് ക്യാൻസർ ആൻഡ് ഇറ്റ് ഇസ് നോൺ ആസ് ഗ്ലയോമ. ന്യൂറോൺ എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ആക്ഷൻ പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂറോൺ ആണ്. ന്യൂറോഗ്ലയ ഡു നോട്ട് പ്രൊഡ്യൂസ് എനി ആക്ഷൻ പൊട്ടൻഷ്യൽ. ഈ ആക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 millisecond ആണ്. നെർവസ് സിസ്റ്റത്തിനെ 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ബ്രെയിനും സ്പൈനൽ കോഡുമാണ് വരുന്നത്. ബ്രെയിനും സ്പൈനൽ കോഡും. ഈ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ ബ്രെയിനും സ്പൈനൽ കോഡൊന്നും അറൈസ് ചെയ്യുന്ന നെർവ്സാണ് വരുന്നത്. ബ്രെയിനും സ്പൈനൽ കോഡൊന്നും അറൈസ് ചെയ്യുന്ന നെർവ്സ്. ഇതിനെ സെൻസറി എന്നും മോട്ടോർ എന്നും പറഞ്ഞ് 2ആയി തരം തിരിച്ചിട്ടുണ്ട്. സെൻസറി എന്ന് പറയുമ്പം എഫക്റ്റർ ഓർഗനിന് ഇമ്പൾസ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് എത്തിക്കുന്ന നെർവ്സാണ് സെൻസറി നെർവ്സ്. എഫക്റ്റർ ഓർഗനിന് ഇമ്പൾസ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് എത്തിക്കുന്നു. മോട്ടോർ ന്യൂറോൺ എന്ന് പറയുമ്പം സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് എഫക്റ്റർ ഓർഗനിലേക്ക് ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന നെർവ്സാണ് എന്ത്? മോട്ടോർ നെർവ്സ്. സോ സെൻസറി നെർവ്സിനെ അഫറൻ നെർവ്സ് എന്നും മോട്ടോർ നെർവ്സിനെ എഫറൻ നെർവ്സ് എന്നും വിളിക്കുന്നു. ഈ മോട്ടോർ നെർവ്സ് അതിൻ്റെ ആക്ഷൻ്റെ ബേസിൽ വോളണ്ടറി ഇൻവോളണ്ടറി ആയിട്ട് 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഈ വോളണ്ടറീനെ കൺട്രോളബിളും ഇൻവോളണ്ടറി എന്ന് പറയുമ്പോൾ അൺകൺട്രോളബിളും ആണ്. ഈ വോളണ്ടറിയാണ് സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇൻവോളണ്ടറി ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്നും. ഈ വോളണ്ടറി നെർവസ് സിസ്റ്റത്തിനെ സൊമാറ്റിക് നെർവസ് സിസ്റ്റം, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ സൊമാറ്റിക് നെർവസ് സിസ്റ്റം എഗെയിൻ ഡിവൈഡഡ് ഇൻറ്റു ക്രാനിയൽ നെർവ്സ്. അത് 12 pairs ആണ് ബ്രെയിൻ നിന്നാണ് അറൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ സ്പൈനൽ നെർവ്സ്. അത് 31 pairs ഉണ്ട് സ്പൈനൽ കോഡിൽ നിന്നാണ് അറൈസ് ചെയ്തത്. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിനെ എഗെയിൻ ഡിവൈഡഡ് ഇൻറ്റു 3 types. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണ്. ഇത് ഫിയർ, ഫൈറ്റ്, ഫ്ലൈറ്റ് റെസ്പോൺസിനെ ഹെൽപ്പ് ചെയ്യുന്നു. എന്തിനാണ്?
ഫിയർ, ഫൈറ്റ്, ഫ്ലൈറ്റ് റെസ്പോൺസിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. അടുത്തത് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എൻഡറിക് നെർവസ് സിസ്റ്റം ആണ്. ഇതെന്ന് പറയുന്നത് ന്യൂറോൺസ് ഓഫ് ഗട്ട് അല്ലെങ്കിൽ നെർവ്സ് ഇൻ ഗട്ടിനെയാണ് എൻഡറിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്.